Yes, good evening everyone. Good evening. ഹലോ, യെസ്, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, വൈഷ്ണവി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. റൈറ്റ്, സോ നമ്മൾ ഇന്നത്തെ ഗുഡ് ഈവനിങ്. യെസ്, സോ നമ്മൾ പവർ അവറുടെ ഒരു അടുത്ത സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. 44ാമത്തെ ദിവസമാണ് നമ്മളിത് തുടങ്ങിയിട്ട്. നമ്മൾ ഈ പവർ അവർ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ തുടങ്ങിയിട്ട് നമ്മൾ 44ാമത്തെ കോൺസിക്യൂട്ടീവായിട്ട് 44ാമത്തെ ഒരു ദിവസമാണ്. എല്ലാവരും ഫസ്റ്റ് ഡേ മുതലുള്ള എല്ലാവരും പല ആളുകൾ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട്. കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. സോ പവർ അവറുടെ മെയിൻ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് കേരള ലോ എൻട്രൻസ് ആസ്പിറൻസിനെ എക്സ്പോസ് ചെയ്യിക്കുക, അല്ലേ, എല്ലാ ഫെമിലിയറൈസ് ചെയ്യിക്കുക പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട്. സോ നമ്മൾ ഈ ഒരു 43 ദിവസമായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. ഇന്നത്തെ പവർ അവർ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ടോട്ട്സിൽ നിന്നുള്ള പവർ അവർ ആണ്. ലോ ഓഫ് ടോട്ട്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടതായിരിക്കാം, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. പല പുതിയ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനും കഴിയും. റൈറ്റ്, സോ ആദ്യം തന്നെ നമ്മുടെ റിറ്റ്സിൻ്റെ ഗൈഡിനെ കുറിച്ച് പറയാനുണ്ട്. റിറ്റ്സിൻ്റെ ഗൈഡ് ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഇതുവരെ വിളിച്ചിട്ടില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് വിളിക്കുമ്പോഴേക്കും ഇത് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. കാരണം എല്ലാ ദിവസവും ആ ഒരു രീതിയിലാണ് ബുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കോപ്പീസ് ഇത്തവണത്തെ ഡിമാൻഡ് അനുസരിച്ച് ഒരുപാട് കോപ്പീസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാലും വളരെ പെട്ടെന്ന് സെയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം വീണ്ടും പറയുകയാണ്. ഇത് എല്ലാ ദിവസവും വരുന്നവർക്ക് കേട്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളിത് പറയുന്നത് ഇനി ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. കാരണം നിങ്ങളെ വളരെയധികം സഹായിക്കാൻ പോകുന്ന ഒരു ഗൈഡാണ്. നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കലി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം എന്ന് നല്ല രീതിയിൽ ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ കഴിയുന്ന സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ തന്നെ ഈ ഒരു 5ഓളം സ്റ്റോഴ്സിൽ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ റിറ്റ്സ് ക്രാഷ് കോഴ്സ് സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു 8 or 9 സീറ്റ്സേ ബാക്കിയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ എത്രയും പെട്ടെന്ന് കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാത്തവരുണ്ട്. സോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. സോ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഓർ രജിസ്റ്റർ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ www.writs.in. റൈറ്റ്, നമ്മൾ സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞ ഉടനെ തന്നെ രജിസ്ട്രേഷൻ എല്ലാം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും ദിവസത്തെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇത്രയും ദിവസം മിസ്സായല്ലോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഡെഫിനറ്റ്ലി റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ആൻഡ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അത് ചോദിക്കാവുന്നതുമാണ്. റൈറ്റ്, സോ ഇത്രയുമാണ് നമ്മൾ റിറ്റ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോട്ടിനെ കുറിച്ചിട്ടാണ്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങൾ ദയവ് ഇത് വെറുതെ നോക്കി നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിലോട്ട് പോവുക. ക്വസ്റ്റ്യൻ കാണുമ്പം ഉടനെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക.
ഒരു മടിയും വേണ്ട. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ചും കൂടി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. സോ കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുമോ? കമൻറ്റ് ചെയ്യുമോ? ആ ഒരു പ്രോമിസ് തരാൻ പറ്റുമോ എല്ലാവർക്കും? ചെയ്യും എന്നാണെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടാൽ വളരെ സന്തോഷം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. യെസ്, റെഡി ആണല്ലോ എല്ലാവരും? യെസ്, ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ട് ഇസ് എ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ട് ഇസ് എ. യെസ്, അറിയാവുന്നതായാലും കുഴപ്പമില്ല, അറിയാത്തതായാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് യു ആർ ആക്റ്റീവ്ലി എൻഗേജിങ് വിത്ത് ദ ക്വസ്റ്റ്യൻ. യെസ്, എല്ലാവരും വരട്ടെ. യെസ്, എ എന്ന് പറയുന്നുണ്ട്, സിവിൽ റോങ് എന്ന് പറയുന്നത് എല്ലാവരും. ടോട്ട് ഇസ് എ സിവിൽ റോങ്. യെസ്, ടോട്ട് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് എ സിവിൽ റോങ്. പക്ഷേ we need to understand one thing. Tort is a civil wrong. പക്ഷേ but all civil wrongs are not torts. എല്ലാ സിവിൽ റോങ്ങും ടോർട്ട് അല്ല. ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. സിവിൽ റോങ്ങുകളിൽ ഒരു സിവിൽ റോങ് ആണ് ടോർട്ട്. പക്ഷേ എല്ലാ സിവിൽ റോങ്ങും ടോർട്ട് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. വേറൊരു സിവിൽ റോങ്ങിന്റെ എക്സാമ്പിൾ എന്താ? കോൺട്രാക്ടിന്റെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലേ, അതൊരു സിവിൽ റോങ് ആണ്. പക്ഷെ ഇവിടെ പറയുന്ന ടോർട്ട് എന്ന് പറയുന്നത് ടോർട്ട് ഈസ് എ സിവിൽ റോങ്. ഓക്കെ, ബട്ട് ഓൾ ടോർട്ട്സ് ആർ നോട്ട് എന്താണ്, ഓൾ സിവിൽ റോങ്സ് ആർ നോട്ട് ടോർട്ട്. അത് മനസ്സിലാക്കുക. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ടേം ടോർട്ട് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ ടോർട്ടം, മീനിങ്. ടോർട്ടം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ആൻസർ ചെയ്യുക. ടോർട്ടം എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? യെസ്, ക്രുക്കഡ്, ട്വിസ്റ്റഡ്, ക്രുക്കഡ് എന്നുള്ളതാണ് ടോർട്ടത്തിന്റെ അർത്ഥം വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി തെറ്റിക്കരുത്. കാരണം ഇതൊക്കെ വളരെ കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ് കിട്ടാനുണ്ട്. കുറേ ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നതാണ്. സോ ടോർട്ടം മീൻസ് സംതിങ് വിച്ച് ഇസ് ട്വിസ്റ്റഡ് ഓർ ക്രുക്കഡ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Tort means a civil wrong which is not exclusively a breach of contract or breach of trust. The definition is from. ഇത് എവിടെ നിന്നുള്ള ഡെഫിനിഷൻ ആണ്? Tort is a civil wrong which is not exclusively a breach of contract or breach of trust. എന്ന് പറയുന്നത് എവിടെ? നമ്മൾ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഏതോ ഒരു ആക്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയാണ്, ഏത് ആക്ട് പ്രകാരമാണ് ഉള്ളത്? യെസ്, എല്ലാവരും ആൻസർ ചെയ്യുന്നത് ലിമിറ്റേഷൻ ആക്ടിലാണ്. യെസ്, ജോബി പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് 2M, വളരെ കറക്റ്റാണ്. യെസ്, വെരി ഗുഡ്. ലിമിറ്റേഷൻ ആക്ടിൻ്റെ അകത്ത് ലിമിറ്റേഷൻ ആക്ട് 1963 2 clause M, സെക്ഷൻ 2 clause M ആണ് ഈ പറയുന്ന കാര്യം പറയുന്നത്. ഓക്കെ, റൈറ്റ്? യെസ്. അപ്പോൾ മൂവിങ് ഫോർവേഡ്, അടുത്ത ക്വസ്റ്റ്യൻ. Who define tort as? ടോർട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോർട്ടിന്റെ ഡെഫിനിഷൻ: a civil wrong for which remedy is a common law action for unliquidated damages and which is not exclusively the breach of contract or the breach of trust or other merely equitable obligation. ഇത് ഈ ഡെഫിനേഷൻ പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കരുത്. എല്ലാവരും ആൻസർ ചെയ്യുക. യെസ്, വെരി ഗുഡ്. സാൽമണ്ട് ആണ് ഈ ഒരു ഡെഫിനേഷൻ്റെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞ സാൽമണ്ട് ആണ്, ജോൺ സാൽമണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടോർട്ട് എന്താണ്? ഒരു സിവിൽ റോങ് ആണ്. ആൻഡ് ആ സിവിൽ റോങ്ങിനുള്ള റെമഡി എന്ന് പറയുന്നത് എന്താണ്? അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ റെമഡി ഫോർ ടോർട്ട് ഇസ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. എന്താ ഈ അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞെങ്കിൽ? അൺലിക്വിഡ് ഡാമേജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സംതിങ് വിച്ച് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, ഇതെന്ത് ചെയ്യാണ്? ഇത് ഫിക്സ് ചെയ്തിട്ടില്ല. കോൺട്രാക്റ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് പറയാൻ പറ്റും വെൻ ദർ ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. എന്തെങ്കിലും കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫിക്സ്ഡ് കോമ്പൻസേഷൻ അല്ലേ? ഡാമേജസ് ഫിക്സ്ഡ് ആയിരിക്കും കോൺട്രാക്റ്റിൻ്റെ അകത്തൊക്കെ. പക്ഷേ ടോർട്ട് അങ്ങനെയല്ല. ടോർട്ടിൻ്റെ അത് എന്താണ്? ദർ ഇസ് അൺലിക്വിഡേറ്റഡ് ഡാമേജ് വിച്ച് ഇസ് നോട്ട് ഫിക്സ്ഡ്, വിച്ച് ഇസ് അറ്റ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട്. കോർട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത് എത്ര ഡാമേജസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത്, ഇനി ഈ ഒരു വിൻഫീൽഡ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് വിൻഫീൽഡ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് വിൻഫീൽഡ് എന്ന് പറഞ്ഞ ജൂറിസ്റ്റ് ടോർട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? A civil wrong for which remedy is common law action for unliquidated damages ആണോ? അത് ജോൺ സാൽമണ്ട് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അടുത്തത്, an infringement of right and rem of a right private individual giving a right of compensation at the suit of the injured party.
അദ്ദേഹമല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ടോർഷ്യസ് ലയബിലിറ്റി അറൈസ് ഫ്രം ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി primarily fixed by the law towards persons generally and its breach is redressable by an action for unliquidated ഡാമേജസ്. ഈ രണ്ട് ജൂറിസ്റ്റുകളിലെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് ജൂറിസ്റ്റുകളുടെ ഡെഫിനിഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാധനം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടോർട്ട് എന്ന് പറയുന്നത് ഇസ് ദ വയലേഷൻ ഓഫ് വാട്ട്? ഇസ് ഇറ്റ് എ വയലേഷൻ ഓഫ് പേഴ്സോണം, റൈറ്റ് ഇൻ പേഴ്സണം ആണോ, അല്ലെങ്കിൽ റൈറ്റ് ഇൻ റെം ആണോ, അല്ലെങ്കിൽ ബോത്ത് ആണോ, അല്ലെങ്കിൽ നെയ്തർ ആണോ? നമ്മൾ ജനറലി ടോർട്ടിന് എങ്ങനെയാണ് നമ്മൾ പറയുക? യെസ്, ടോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് റൈറ്റ് ഇൻ റെം. Now what do you mean by right in rem? Right in rem എന്ന് പറയുന്നത് വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? What is right in rem? എന്താണ് right in rem? യെസ്, എന്താണ് റൈറ്റ് ഇൻ റെം? ആരെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയാണ്? യെസ്, ദ വേൾഡ് അറ്റ് ലാർജ് അല്ലേ? എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് അല്ല. ബട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് ഇസ് എ വയലേഷൻ വിച്ച് ഇസ് കൺസിഡേർഡ് ആസ് എഗെയിൻസ്റ്റ് ദി ഹോൾ വേൾഡ് അറ്റ് ലാർജ് എന്നുള്ളതാണ് ഈ റൈറ്റ് ഇൻ റെമിൻ്റെ പ്രത്യേകത. റൈറ്റ് ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ് റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയും. നമ്മുടെ കോൺട്രാക്റ്റിനെ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയാം, ബിക്കോസ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ പാർട്ടീസ്. ബട്ട് റൈറ്റ് ഇൻ റെം നമ്മൾ ടോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ടോട്ട് ഇസ് എ വയലേഷൻ ഓഫ് റൈറ്റ് ഇൻ റെം, അത് വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ദി ഹോൾ വേൾഡ് അറ്റ് ലാർജ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻജൂറിയ സിനെ ഡാംനോ മീൻസ്. ഇൻജൂറിയ സിനെ ഡാംനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീഗൽ മാക്സിംസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ലീഗൽ മാക്സിംസിൻ്റെ അകത്ത് നമ്മൾ കുറേ ലീഗൽ മാക്സിംസ് നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും അറിഞ്ഞു വെക്കേണ്ട, തെറ്റിക്കാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. തെറ്റിക്കാൻ പാടില്ല. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ജസ്റ്റ് ആ വേർഡ്സ് മനസ്സിലാക്കിയാൽ മതി. കുറച്ച് ലാറ്റിൻ ലാംഗ്വേജ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇൻജൂറിയ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ഇംഗ്ലീഷായിട്ട് വളരെ സാമീപ്യമുള്ള ഒരു വാക്കാണ് ഇൻജൂറിയ, ഇൻജുറി. സിനെ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം വരിക. ഓക്കെ, സിനെ. ഈ സിനെ എന്ന് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിത്തൗട്ട് എന്നാണ് വരുന്നത്. ദെൻ ഡാംനോ എന്ന് പറഞ്ഞെങ്കിൽ ഡാമേജ് എന്നുള്ളതാണ് അർത്ഥം, ഡാമേജ്. സോ ഇൻജുറി വിത്തൗട്ട് ഡാമേജ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദർ ഇസ് എ ലീഗൽ അല്ലേ? ഇവിടെ എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഡാമേജ്. സോ അതിനെയാണ് നമ്മൾ ഇൻജൂറിയ സിനെ ഡാംനോ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ഡാംനം സിനെ ഇൻജൂറിയ. ഡാംനം സിനെ ഇൻജുറി. എന്താ ഈ ഡാംനം സിനെ ഇൻജുറി എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് മീൻസ് ഡാമേജ് വിത്തൗട്ട് എ ലീഗൽ ഇൻജുറി എന്നുള്ളതാണ് അവിടെ വരുന്നത്, അർത്ഥം വരുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. മാലിസ് ഇൻ ലോ മീൻസ് വാട്ട്? മാലിസ് ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിസ് wrongful act done intentionally with just and cause excuse ആണോ? wrongful act done intentionally with good motive ആണോ? wrongful act done intentionally with evil motive ആണോ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കാര്യമാണോ? wrongful act done intentionally but without just cause or excuse. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണോ? എ എന്താ ആരും ഒന്നും നോക്കാത്തത്? മാലിസ്. മാലിസ് എന്ന് പറഞ്ഞാൽ there is some kind of an intention, right? ആൻഡ് അവിടെ എന്താ ഗുഡ് ഫെയ്ത്തിൽ എല്ലാ കാര്യം ചെയ്യുന്നത്. ഗുഡ് ഫെയ്ത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ജസ്റ്റ് കോസ് അല്ലെങ്കിൽ ദർ ഇസ് എ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പറയാറുണ്ട് ഗുഡ് ഫെയ്ത്തിലാണെങ്കിൽ. ബട്ട് മാലിസ് ഇൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദർ ഇസ് എൻ ആക്ട് ഡൺ. ഈ ആക്ട് ഇന്റൻഷനലി ആണ് ചെയ്തത് ആൻഡ് ഇവിടെ എന്തില്ല? ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ് ആക്ട്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിന് ഒരു എക്സ്ക്യൂസും ഇല്ല, ജസ്റ്റിഫിക്കേഷനും ഇല്ല. അതിനെയാണ് നമ്മൾ മാലിസ് എന്ന് പറയുന്നത്. മോട്ടീവ് ഇസ് നോട്ട് റെലവൻറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രിമിനൽ ലോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെദർ ഇഫ് യു ആർ ഡൂയിങ് ആൻ ആക്ട്, വെദർ യു ആർ ഡൂയിങ് ഇറ്റ് ഇന്റൻഷനലി ഓർ നോട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇന്റൻഷനലി, ഇനി അടുത്ത ചോദ്യം വരുന്നത് വെദർ ദർ ഇസ് എനി ജസ്റ്റിഫിക്കേഷൻ ഓർ എക്സ്ക്യൂസ് ഫോർ യുവർ ആക്ട്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് വല്ല ജസ്റ്റിഫിക്കേഷനും എക്സ്ക്യൂസും ഉണ്ടോ? ഇഫ് ദർ ഇസ് എ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് എക്സ്ക്യൂസ് വി ക്യാൻ സേ നമ്മൾ ആ ഒരു ആക്ട് ചെയ്തത് ഗുഡ് ഫെയ്ത്തോട് കൂടിയാണ് ഓർ ഗുഡ് മോട്ടീവോട് കൂടിയാണ്. ഗുഡ് ഫെയ്ത്തോട് കൂടിയാണ്. ബിക്കോസ് ഗുഡ് ഫെയ്ത്ത് അറിയാം വിത്ത് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷനോട് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് മാലിസ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് വിത്ത് എനി കൈൻഡ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, നമ്മളൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെയാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് വിത്തൗട്ട് ജസ്റ്റ് കോസ് ഓർ എക്സ്ക്യൂസ്.
അങ്ങനെയാണെങ്കിൽ ഇറ്റ് മീൻസ് മാലിസ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റോങ്ഫുൾ ആക്ട് ഡൺ ഇന്റൻഷനലി ബട്ട് വിത്തൗട്ട് അല്ലേ ജസ്റ്റ് കോസ് ഓർ എക്സ്ക്യൂസ്. എക്സ്ക്യൂസും ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ ഒരു ഗ്രൗണ്ടും ഇല്ലാതെ ചെയ്യുന്നു ഒരു പ്രവൃത്തി അല്ലേ. സോ ദാറ്റ് ഇസ് കോൾഡ് മാലിസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫൻസ് ഓഫ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ ഇസ് നോട്ട് അവൈലബിൾ. ഇവിടെ ഈ പറയുന്ന വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയുടെ എന്താ പറയുന്നത് ഡിഫൻസ് ആണ്, അതായത് എക്സെപ്ഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയുള്ള എക്സെപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇഫ് ദ കൺസെന്റ് ഇസ് ഒബ്സ്റ്റെയിൻ ബൈ കമ്പൽഷൻ ആണോ, ഇഫ് ദ കൺസെന്റ് ഇസ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് ആണോ, ഇഫ് ദ കൺസെന്റ് ഇസ് ഒബ്റ്റെയിൻ ബൈ അണ്ടർ മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഓൾ ദ അബവ് ആണോ. യെസ്, വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയുടെ അർത്ഥം വരുന്നത് എന്താണ്? ടു ദ കൺസെന്റിങ് ദർ ഇസ് നോ ഇഞ്ചുറി എന്നാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയുടെ അർത്ഥം വരുന്നത്. ആൻഡ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി അവിടെ കൊടുക്കുന്ന കൺസെന്റ്, ഞാനിപ്പോൾ ഞാൻ സമ്മതിക്കുകയാണ്, ഐ എം റെഡി ടു സഫർ ദി ഇഞ്ചുറി എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ആ കൺസെന്റ്, ദ കൺസെന്റ് വിച്ച് ഐ എം ഗിവിങ് അല്ലേ, ആ കൺസെന്റ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ ഫ്രീ കൺസെന്റ്. ഈ ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കമ്പൽഷനോ കോയഷനോ ഫ്രോഡോ മിസ്റ്റേക്ക് ഒന്നും വരാൻ വേണ്ടി പാടില്ല. സോ ഇവിടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കിട്ടുന്ന കൺസെന്റ് ഇസ് നോട്ട് എ കൺസെന്റ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ്. ഓക്കെ, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? ടോർട്ടിൻ്റെ അകത്തുള്ള ഒരു ജനറൽ ഡിഫൻസ് ആണ്. ഓക്കെ, ടോർട്ടിൻ്റെ അകത്തുള്ള ഒരു ജനറൽ ഡിഫൻസിനെയാണ് നമ്മൾ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്. അടുത്തത്, ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? ഇന്നെവിറ്റബിൾ ആക്സിഡന്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇന്നെവിറ്റബിൾ ആക്സിഡന്റ്? യെസ്, ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് മീൻസ്, യെസ്, എല്ലാവരും ആൻസർ ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്യുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം ഉണ്ടാവും. നിങ്ങൾ വെൻ യു ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് സംതിങ് യു വിൽ റിമെമ്പർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. സോ എല്ലാവരും ആൻസർ ചെയ്യുക. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, an unexpected injury. Inevitable accident എന്ന് പറഞ്ഞെങ്കിൽ something which cannot be prevented or something which you cannot foresee. Humanly possible അല്ല, you cannot foresee it and you cannot avoid it. It happens suddenly and it cannot be prevented. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് മനസ്സിലാക്കുന്നത്. ഇറ്റ് ഇസ് an unexpected injury which could not have been foreseen and avoided. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലയബിലിറ്റി ഓഫ് ജോയിന്റ് ടോർട്ട് ഫീസർ ഇസ്, ലയബിലിറ്റി ഓഫ് ജോയിന്റ് ടോർട്ട് ഫീസർ ഇസ്, ജോയിന്റ് ലയബിലിറ്റി ആണോ, സെവറൽ ലയബിലിറ്റി ആണോ, അല്ലെങ്കിൽ രണ്ടും കൂടിയാണോ? ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ആണോ ഫോർ എനി ടോർട്ട് കമ്മിറ്റഡ് ഇൻ ദ കോഴ്സ് ഓഫ് ആക്ഷൻ? യെസ്, ഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോർട്ട്, ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്ത ഒരു വ്യക്തി. ടോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു സിവിൽ റോങ് കമ്മിറ്റ് ചെയ്ത വ്യക്തിനെയാണ് നമ്മൾ ടോർട്ട് ഫീസർ എന്ന് പറയുക. സോ ആ ടോർട്ട് ഫീസർ ഒരു ഇപ്പോൾ 2-3 ചേർന്ന ആളുകൾ ചേർന്നിട്ട് ഒരു കോമൺ ആക്ഷൻ ചെയ്യുകയാണ്. when 2 or more persons join together for common action, then all persons are jointly and severally liable for the tort committed. ഓക്കെ, സോ ജോയിന്റ്ലി ആൻഡ് സെവറലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ പർപ്പസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി എ സെർവന്റ് ഇസ് എ പേഴ്സൺ. സെർവന്റ് എന്ന് പറയുന്നത് ആരാണ്? വിത്ത് റെസ്പെക്ട് ടു എ സെർവന്റ്, ഓൺ ഹൂം ദ മാസ്റ്റർ ഹാസ് കമാൻഡ് ഓഫ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ആണോ, അല്ലെങ്കിൽ ഓൺ ഹൂം ദ മാസ്റ്റർ ഹാസ് കമാൻഡ് ഓഫ് വാട്ട് ടു ഡു ആണോ, അല്ലെങ്കിൽ whom the master can hire and fire ആണോ, അല്ലെങ്കിൽ only A and C ആണോ? എ എന്ന് പറയുന്ന ആളുകൾ, അപ്പോൾ എൻ്റെ ചോദിക്കാനുള്ളത്, മാസ്റ്ററിന് അയാളെ പുറത്താക്കാനുള്ള അധികാരമില്ലേ? മാസ്റ്ററിന് വേറെ മുകളിൽ കൺട്രോൾ ഇല്ലേ എന്നുള്ളതാണ് എ പറഞ്ഞ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരെ ഡി ആണ്. ഇറ്റ്സ് നോട്ട് എ, ഓൺലി എ അല്ല. കാരണം നമ്മൾ ചാടിക്കയറി ചിലപ്പോൾ എയിലോട്ട് പോവും. ദാറ്റ് ഇസ് കറക്റ്റ്, മാസ്റ്ററിന് ദർ ഇസ് എ കൺട്രോൾ. ബട്ട് അവിടെ ഒരു ഓപ്ഷൻ്റെ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ അകത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? മാസ്റ്റർ ക്യാൻ ഹയർ ആൻഡ് ഫയർ എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ യെസ്, എ മാത്രമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ് എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുന്നവരെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ എന്നാണ് പറയുക. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നവരെ മാത്രം നമ്മൾ ഹൗ ടു ഡു നമ്മൾ പറയുന്നില്ല, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ കിണറിലെ വെള്ളം ഒന്ന് വറ്റിച്ചു തരണം.
അപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടി കോൺട്രാക്ടർ ഞാനൊരു സ്പെഷ്യൽ കോൺട്രാക്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കിണർ എങ്ങനെ വറ്റിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്തില്ല, എനിക്ക് അത്രയ്ക്ക് കൺട്രോൾ അവരുടെ മുകളിലില്ല. ഞാൻ ജസ്റ്റ് ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഇവിടെ മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറയും ആ കിണർ വറ്റിക്കണം, പക്ഷെ ഈ രീതിയിലായിരിക്കണം വറ്റിക്കേണ്ടത് എന്ന് ഞാൻ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. സോ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇവിടെ മാസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, ഹയറും ഫയറും ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം ഉണ്ട്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ഇസ് ഡിറ്റർമിൻഡ് ബൈ. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് ഇസ് ഡിറ്റർമിൻഡ് ബൈ വാട്ട് ഓൾ ടെസ്റ്റ്. ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് മാത്രമാണോ, ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോഴ്സ് ആയിട്ട് മാത്രമാണോ, ഇത് രണ്ടും ഉണ്ടോ, ആൻഡ് നൺ ഓഫ് ദി അബവ് ആണോ? യെസ്, റിമോട്ട്നെസ് ഓഫ് ഡാമേജസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടുമുണ്ട്. ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ്സും ഉണ്ട്, ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്താണ് ഈ ഡയറക്ട്നെസ്, റീസണബിൾ ഫോർസൈറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തി ഹൗ ക്ലോസ്, ഡയറക്ട്നെസ് എന്ന് പറയുന്നത് അതാണ് ഹൗ ക്ലോസ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇഞ്ചുറി ഏത് രീതിയിലാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ നോക്കേണ്ടത്. രണ്ടാമത്തത്, വെദർ ഈ പറയുന്ന ഇഞ്ചുറി ഇഫ് യു കുഡ് ഹാവ് ഫോർസീൻ ഇറ്റ്. നിങ്ങൾ ഒരു റീസണബിൾ പ്രൂഡൻറ്റ് മാനിന്, സാധാരണ ഒരു ആവറേജ് പേഴ്സണിന് ഇത് കാണാൻ പറ്റുമായിരുന്നോ, ഈ ഒരു ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് രണ്ടാമത്തെ ടെസ്റ്റ്, റൈറ്റ് ഓഫ് റീസണബിൾ ഫോർസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പറ്റിയ ഇഞ്ചുറി വെദർ ഇറ്റ് ഇസ് ടു റിമോട്ട്, അല്ലെങ്കിൽ വെദർ ആ പറയുന്ന ആക്ഷൻ്റെ കോൺസിക്വൻസസ് കാണാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ റിമോട്ട്നെസ് ഡാമേജിനെ പറ്റി പറയുമ്പോൾ രണ്ട് ടെസ്റ്റുകളുണ്ട്, അത് ഓർത്ത് വെക്കുക. ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ്. The test of reasonable foresight in determining the remoteness of damage was first applied in which case? ഏത് കേസിലാണ് ഈ പറയുന്ന റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് കേസ്. ഈ ഒരു കേസിൻ്റെ പേര് പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഈ കേസിൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഫോർസൈറ്റ് അപ്ലൈ ചെയ്തത് വാഗൺ മൗണ്ട് കേസ് എന്ന് പറഞ്ഞ കേസിലാണ്. വാഗൺ മൗണ്ട് കേസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ലയബിലിറ്റി ഫോർ ഡാമേജ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ റീസണബിൾ ഫോർസിബിലിറ്റി ഓഫ് ദി ഔട്ട്കം. ഓക്കെ, റീസണബിൾ ഫോർസിബിലിറ്റി ഓഫ് ദി ഔട്ട്കം ആണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഫോൾസ് ഇംപ്രിസൺമെന്റ് ദർ ഷുഡ് ബി. ഫോൾസ് ഇംപ്രിസൺമെന്റ് ഇവിടെ എന്താണ് വേണ്ടത്? ടോട്ടൽ റെസ്ട്രെയിൻ ഓൺ ദ ലിബർട്ടി ഓഫ് ദി പേഴ്സൺ ആണോ, പാർഷ്യൽ റെസ്ട്രെയിൻ ഓൺ ദി ലിബർട്ടി ഓഫ് ദി പേഴ്സൺ ആണോ, മീൻസ് ഓഫ് എസ്കേപ്പ് ആണോ, അല്ലെങ്കിൽ ഓൾ ദി അബവ് ആണോ? ഫോൾസ് ഇംപ്രിസൺമെന്റിന് ഇവിടെ ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? യെസ്, എന്താണ്? എല്ലാവരും ആൻസർ ചെയ്യുക. എന്താണ് ഫോൾസ് ഇതിന് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്? യെസ്, ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്തായിരിക്കും ആൻസർ? കമൻറ്റ്, ആരുടെ കമൻറ്റും ഞാൻ കാണുന്നില്ല, ആരും കമൻറ്റ് ചെയ്യുന്നില്ല. Yes, false imprisonment. For false imprisonment there should be what? So false imprisonment ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? There is a total restraint on the liberty of a person ആണ് ആവശ്യമുള്ളത്. പാർഷ്യൽ റെസ്ട്രെയിൻ അല്ല, ടോട്ടൽ റെസ്ട്രെയിൻ ആണ് ആവശ്യമുള്ളത് false imprisonment. Then അടുത്ത ക്വസ്റ്റ്യൻ, law of tort has developed mainly through. law of tort ഏറ്റവും കൂടുതൽ, law of tortന്റെ ഏറ്റവും മേജർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ലോ ഓഫ് ടോർട്ടിന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത്? എന്താണ് മേജർ സോഴ്സ്? റൈറ്റ്. സോ ഇവിടെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ്, അല്ലേ? ഓപ്ഷൻ ബി, ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ് ലോ ഓഫ് ടോർട്സിന്റെ ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊപ്പൗണ്ടർ ഓഫ് പിജിയൻ ഹോൾ തിയറി ഇസ്. പിജിയൻ ഹോൾ തിയറി എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിച്ചത്? ഇത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. ലോ ഓഫ് ടോട്ട്സ് ആണോ അല്ലെങ്കിൽ വെറും ലോ ഓഫ് ടോട്ട് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാൽമണ്ട് ആണ് ഈ പറയുന്ന പിജിയൻ ഹോൾ തിയറിയുടെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത്. സാൽമണ്ട് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലോ ഓഫ് ടോട്ട്സ് എന്നുള്ള നിലപാടാണ് സാൽമണ്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, സാൽമണ്ട് എടുത്തിരിക്കുന്നത്. അപ്പം പ്രൊപ്പൗണ്ടർ ഓഫ് പിജിയൻ ഹോൾ തിയറി ഇസ് സാൽമണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, maxim injuria sine damnum has been explained in. injuria sine damnum എന്ന് പറയുന്ന കേസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് കേസിലായിരുന്നു എന്നുള്ളതാണ്. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞ കേസിലാണ് ഇഞ്ചൂറിയ സിനെ ഡാംനോ ഉണ്ടായത്. ഇഞ്ചൂറിയ സിനെ ഡാംനോ പറഞ്ഞെങ്കിൽ ലീഗൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള ഒരു ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല.
ഈ ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഒരു വോട്ട് അവകാശമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അയാളുടെ ഒരു ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ എന്ത് ചെയ്തു, ജയിച്ചു. സോ അവിടെ കാര്യമായിട്ട് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. അയാൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് അയാൾക്ക് വലിയ കാര്യത്തിലുള്ള നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അയാൾക്ക് അവിടെ എന്തുണ്ട്, ഒരു ലീഗൽ റൈറ്റ് അയാളുടെ അവിടെ എന്തുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. റൈറ്റ്. സോ അതാണ് ഇഞ്ചൂറിയസ് ഇൻ എ ഡാംനോ എന്ന് പറയുന്നത്, ആഷ്ബി വേഴ്സസ് വൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലയബിലിറ്റി ഇൻ ടോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. ലയബിലിറ്റി ഇൻ ടോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു ടോർഷ്യസ് ലയബിലിറ്റി വരണമെങ്കിൽ എന്താണ് ആവശ്യം? ടോർഷ്യസ് ലയബിലിറ്റി വരണമെങ്കിൽ എന്താണ് ആവശ്യം? യെസ്, ഓപ്ഷൻ സി, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്. ദർ ഷുഡ് ബി ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്. ഒരു ടോർഷ്യസ് ലയബിലിറ്റി വരണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, where the plaintiff in action sue for a predetermined and inelastic sum of money he is said to have claimed what? അപ്പോൾ അൺലിക്വിഡേറ്റഡ് ഡാമേജ് ലിക്വിഡേറ്റഡ് ഡാമേജ് ആണോ ഇതിൻ്റെ അകത്ത് വരിക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. പ്ലെയിൻറ്റിഫ് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഎലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ് ആയിട്ടുള്ള മണി, അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? യെസ്, ദാറ്റ് ഇസ് കോൾഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. അൺലിക്വിഡേറ്റഡ് അല്ല, ലിക്വിഡേറ്റഡ് ഡാമേജസ്. കാരണം എന്താണ്, ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആണ്, ഓൾറെഡി നിങ്ങൾ നിശ്ചയിച്ച തുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് liquidated damages. Okay, അടുത്ത question, who among the following holds that there is no law of tort but there is law of tort? law of torts എന്ന് പറയുന്നത് ആരാണ്? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി. ലോ ഓഫ് ടോർട്ട്സ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? സാൽമണ്ട് ആണ്. അപ്പോൾ ലോ ഓഫ് ടോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആരാണ്? വിൻഫീൽഡ് ആണ്. ഓക്കെ, ടോർട്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് വിൻഫീൽഡ് ആണ്. പക്ഷെ അങ്ങനെയല്ല, ടോർട്ട്സ് ആണ് എന്ന് പറഞ്ഞത് സാൽമണ്ട് ആണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് എക്സ്പ്ലെയിൻസ് വാട്ട്? ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് എക്സ്പ്ലെയിൻസ് വാട്ട്? അപ്പോൾ അത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഡാംനം സൈൻ ഇഞ്ചൂരിയ. ഡാംനം സൈൻ ഇഞ്ചൂരിയ ഈ കേസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്കൂൾ തുടങ്ങി. അപ്പോൾ ആ ഈ സ്കൂളിലോട്ട് വരുന്ന അഡ്മിഷൻസ് എല്ലാം കുറേ അഡ്മിഷൻസ് ആ സ്കൂളിലോട്ട് പോയി. അപ്പോൾ അവിടെ ഇവർക്കൊരു ഡാമേജ് ഉണ്ടായിട്ട്, പക്ഷേ ഇവിടെ എന്തില്ല, ഒരു ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ബിസിനസ് റൺ ചെയ്യാൻ ഉള്ള ഒരു അവകാശമുണ്ട്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് അല്ലേ. അപ്പം അവരുടെ ലീഗൽ ഇഞ്ചുറി അവിടെ സംഭവിച്ചില്ല, പക്ഷെ എന്നാലും അവർക്കുണ്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അല്ലേ. കാരണം എന്താണ്, ഈ ഒരു സ്കൂൾ നേരെ ഓപ്പോസിറ്റ് തുറന്നു, അവിടേക്ക് അഡ്മിഷൻസ് പോകാൻ തുടങ്ങി. സോ അവിടെ നമുക്ക് പറയാൻ പറ്റും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അടുത്തത്, നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് ഇസ് റിലേറ്റഡ് ടു. നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്ന് പറയുന്ന സംഭവം ഇസ് റിലേറ്റഡ് ടു ഇൻ ടോർഷ്യസ് ആക്ഷൻ ഫോർ നെഗ്ലിജൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ, റിമോട്ട്നെസ് ഓഫ് കോൺസിക്വൻസ്. റിമോട്ട്നെസ് ഓഫ് കോൺസിക്വൻസിനെ കുറിച്ചിട്ടാണ് നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് ഇസ് റിലേറ്റഡ് അല്ലേ. നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് ഇസ് എനി ഇന്റർവീനിങ് ആക്ട് ദാറ്റ് ക്യാൻ സെവർ ദ ലീഗൽ കണക്ഷൻ. അപ്പോൾ റിമോട്ട്നെസ് ഓഫ് കോൺസിക്വൻസിനെയാണ് ഈ പറയുന്ന നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്താ പറയുന്നത്, ഇതൊരു ഇന്റർവീനിങ് ആക്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ആ ഇന്റർവീനിങ് ആക്ട് എന്താ ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ സെവർ ദ ലീഗൽ കണക്ഷൻ വിത്ത് ദ ആക്ട് എന്ന് പറയുന്നുണ്ട്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, if the same act done by the person result in two wrongs, a crime as well as tort at the same time, in such a case എന്താണ് ഇവിടെ കറക്റ്റ്? ഒരാളെ ഒരു ആക്ഷൻ ചെയ്തു, അത് ക്രൈമും ആണ്, അത് ഒരു സിവിൽ റോങ്ങും ആണ്, ടോർട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് സിവിൽ റെമഡി മാത്രമാണോ അവൈലബിൾ ആവുക, ക്രിമിനൽ റെമഡി മാത്രമാണോ അവൈലബിൾ, അല്ലെങ്കിൽ രണ്ടും അവൈലബിൾ ആവുമോ, അല്ലെങ്കിൽ ഇതിലൊന്നുമല്ലേ? യെസ്, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ സി, രണ്ട് റെമഡീസും ഇയാൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, രണ്ട് റെമഡീസും ഇയാൾക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്തത്, ദ ഡോക്ട്രിൻ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി അപ്ലൈസ് വെൻ ദർ ഇസ് എ ഡാഷ്. വൈക്കേരിയസ് ലയബിലിറ്റി ഇതിൻ്റെ അകത്ത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുക? ഓപ്ഷൻ എയിൽ മാത്രമാണോ, ഓപ്ഷൻ ബിയിൽ മാത്രമാണോ, ഓപ്ഷൻ സിയിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും അപ്ലൈ ആവുമോ? യെസ്, വൈക്കേരിയസ് ലയബിലിറ്റി എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ പ്രിൻസിപ്പൽ ഏജന്റ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്, ആൻഡ് മാസ്റ്റർ സെർവൻറ്റും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഇസ് എ ഓർ ആൻ ഡാഷ്. ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ എന്താ പറയുക, ട്രസ്റ്റ് ഓർ എന്താ പറയുക, വളരെ എന്താ പറയുക, ഒരു ട്രസ്റ്റ്, ബേസ്ഡ് ഓൺ ട്രസ്റ്റ്
അതിൻ്റെ ഒരു ഗുഡ് ഫെയ്ത്തിൻ്റെ റിലേഷൻഷിപ്പാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോൾ അണ്ടർ ദി ഡിഫൻസ് ഓഫ് ആക്ട് ഓഫ് ഗോഡ്? ഇതിൻ്റെ അകത്ത് ഏതാണ് ആക്ട് ഓഫ് ഗോഡ് വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആക്ട് ഓഫ് ഗോഡ് വരാത്ത സിറ്റുവേഷൻ ഏതാണ്? യെസ്, ബാക്കിയുള്ളതെല്ലാം ആക്ട് ഓഫ് ഗോഡ് ആണ്. അതൊക്കെ ഒരു നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ബട്ട് റൈറ്റ്സ് അങ്ങനെയല്ല. റൈറ്റ്സ് ഹ്യൂമൻ മാൻമെയ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് ആക്ട് ഓഫ് ഗോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് ടു ആക്ട് ഓഫ് ഗോഡ്? ഇതിനകത്ത് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മൾ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ എന്താണ് പറയുക? വിസ് മേജർ എന്നാണോ, ഫോഴ്സ് മെജ്യൂർ എന്നാണോ, അബിനിഷ്യോ ആണോ, അലോഹോമാർ ആണ്? അലോഹോമോറ. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് വിസ് മേജർ. ഓപ്ഷൻ ബി, വിസ് മേജർ. ഓക്കെ, വിസ് മേജർ എന്നാണ്. അതായത് നമ്മൾ ഒരു സുപ്പീരിയർ ഫോഴ്സ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ വിസ് മേജർ വരുന്നത്. ഓക്കെ, അടുത്തത്. ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സേ. അത് ഏറ്റവും ക്ലോസ്ലി റെപ്രസെന്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ഏതാണ്? ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സേ ഏതാണ്? യെസ്, ആക്ട് ഓഫ് ഏജന്റ് ഇസ് ദി ആക്ട് ഓഫ് പ്രിൻസിപ്പൽ എന്നുള്ളതാണ് നമ്മുടെ ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സേനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്. ദ വൈക്കേഴ്സ് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ഇംപ്ലൈസ്. വൈക്കേഴ്സ് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ഇംപ്ലൈസ്. വൈക്കേഴ്സ് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എങ്ങനെയായിരിക്കും? സെവറൽ ലയബിലിറ്റി മാത്രമാണോ? വൈക്കേഴ്സ് ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ഇംപ്ലൈസ് ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം പ്രിൻസിപ്പലിന്റെ ഒരു ഏജന്റ് ആണ് നമ്മുടെ സെർവന്റ് എന്ന് പറയുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ ഏജന്റ് എന്ന് പറയുന്നത്. യെസ്, അടുത്തത്. എ മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദ റോങ്ഫുൾ ആക്ട് ഓഫ് എ സെർവന്റ് വെൻ. എപ്പോഴാണ് ഒരു മാസ്റ്റർ ലയബിൾ ആവുക? എല്ലാ കേസിലും മാസ്റ്ററിനെ ലയബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു സെർവന്റ് ഒരു പ്രവൃത്തി കാരണം, ആ പ്രവൃത്തി ഏത് സമയത്ത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഇവിടെ ഏതാണ്? ദ റോങ്ഫുൾ ആക്ട് ഇസ് ഡൺ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ്. ഈ ഒരു ടേം എല്ലാവരും ഓർത്ത് വെക്കണം. കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ആ ഒരു വ്യക്തി പണി എടുക്കുന്ന ആ ഒരു മൊമെന്റ്, ആ ഒരു വ്യക്തിയുടെ പണി തുടങ്ങിയ ആ ഒരു മൊമെന്റിലാണ് ഈ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തതെങ്കിൽ ദെൻ റോങ്ഫുൾ ആക്ട് ആര് ചെയ്തു? ഈ പറയുന്ന വ്യക്തി ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി ലയബിൾ ഫോർ ദി the master will be liable for the wrongful act. Okay, right. അടുത്ത question. The doctrine of master servant liability relies on the maxim. ഇതിനകത്ത് ഏത് മാക്സിമിലാണ് ഈ ഡോക്ടർ അല്ലെങ്കിൽ മാസ്റ്റർ സെർവന്റ് റിലേഷനെ കുറിച്ചിട്ട് പറയുന്നത്? റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ ആണോ, റെസ്പോണ്ടിയറ്റ് ഇൻഫീരിയർ ആണോ, പ്ലെയിൻറ്റിഫ് സുപ്പീരിയർ ആണോ, പ്ലെയിൻറ്റിഫ് ഇൻഫീരിയർ ആണോ? യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ. റെസ്പോണ്ടിയറ്റ് സുപ്പീരിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ. മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദി റോങ്ഫുൾ ആക്ട് ഓഫ് എ സെർവന്റ്. മാസ്റ്റർ ഇസ് നോട്ട് ലയബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ. നൺ ഓഫ് ദി അബവ്. ഇതിൻ്റെ അകത്ത് ഏതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. മാസ്റ്റർ സെർവന്റ്, മാസ്റ്റർ ഒരു കോൺട്രാക്ടറിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലയബിലിറ്റി കുറയുന്നുണ്ട്. ഹൗ ടു ഡു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. വാട്ട് ടു ഡു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു പറയുകയാണെങ്കിൽ നമ്മുടെ സെർവൻ്റ് ആണ്. ബട്ട് നമ്മൾ ഒരു വ്യക്തിനോട് വാട്ട് ടു ഡു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹൗ ടു ഡു പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ദാറ്റ് പേഴ്സൺ ഇസ് എ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ. സോ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ എ. മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദി ആക്ട്സ്. മാസ്റ്റർ ഇസ് നോട്ട് ലയബിൾ ഫോർ ദി ആക്ട്സ് അല്ലേ? മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദി റോങ്ഫുൾ ആക്ട്സ് ഓഫ്. ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. സോ ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ ഏതാ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ്. ഇവിടെ ഓപ്ഷൻ എ എന്താ പറയുന്നത്? മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്നാണ്. വിച്ച് ഇസ് റോങ്. ബിക്കോസ് എന്താണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. കാരണം മാസ്റ്റർ ഇസ് ലയബിൾ ഫോർ ആക്ട്സ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്നാണ് ഇവിടെ ഓപ്ഷൻ എയിൽ പറഞ്ഞത്. വിച്ച് ഇസ് നോട്ട് ട്രൂ. മാസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലയബിൾ ആക്കാൻ വേണ്ടി പറ്റില്ല ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന്റെ ആക്ടിവിറ്റീസിൽ. ഓക്കെ, അടുത്തത്. ഇഫ് ദ കോൺസിക്വൻസ് of a wrongful act could not have been foreseen by a reasonable man, such consequences are. ഒരു സാധാരണ ഒരു വ്യക്തി, ഒരു റീസണബിൾ പേഴ്സൺ എന്ത് ചെയ്യുന്നില്ല? കോൺസിക്വൻസസ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസ് കാണാൻ ചെയ്യുന്നില്ലെങ്കിൽ ആ കോൺസിക്വൻസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് കോൺസിക്വൻസസ് ഫോർസിയബിൾ ആണോ? കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ എന്നാണ് പറഞ്ഞത് അല്ലേ? റോങ്ഫുൾ ആക്ട് കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ.
കുഡ് നോട്ട് ഹാവ് ബീൻ ഫോർസീൻ ആണ് എങ്ങനെ ഫോർസിബിൾ എന്ന് പറയാം? നമ്മളപ്പോൾ പറയുക ഇറ്റ് വാസ് റിമോട്ട് അല്ലേ, ദൂരെയായിരുന്നു, ദൂരെയുള്ള ഒരു കാര്യമാണ്. അപ്പം അത് ദ കോൺസിക്വൻസ് ആർ അല്ലേ, ദൂരെയുള്ള കോൺസിക്വൻസ് ആയിരുന്നു, റിമോട്ടാണ്, അതുകൊണ്ട് എന്തില്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയാം. ഓക്കെ, അടുത്തത് പബ്ലിക്കേഷൻ ഓഫ് ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇൻ എ ട്രാൻസിയന്റ് ഫോം. പബ്ലിക്കേഷൻ ഓഫ് ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞെങ്കിൽ ടെമ്പററി ഫോം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു ടെമ്പററി നേച്ചറിലുള്ള വളരെ ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ഒരു ഇതിനെയാണ് ട്രാൻസിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫമേറ്ററി പബ്ലിഷ് ചെയ്യുന്നു ട്രാൻസിയൻ ഫോമിൽ. അതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സ്ലാൻഡർ ആണ്. സ്ലാൻഡർ. ഓക്കെ, സ്ലാൻഡർ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സംതിങ് സ്പോക്കൺ. എസ് എന്നുള്ള ആലോചിച്ചാൽ മതി, സ്പോക്കൺ. ഓക്കെ, സ്ലാൻഡർ സ്പോക്കൺ ആയിട്ടുള്ളതാണ്. ബട്ട് ലിബൽ എന്ന് പറഞ്ഞെങ്കിൽ സംതിങ് വിച്ച് ഇസ് കാവ്ഡ് ഇൻ ടു ഓർ സംതിങ് വിച്ച് ഇസ് റിട്ടൺ, പെർമനന്റ് ആയിട്ട് റൈറ്റ് ചെയ്ത എന്നുള്ളൊരു അർത്ഥമാണ് ലിബൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിബൽ കോൺസ്റ്റിറ്റ്യൂട്ട് പബ്ലിക്കേഷൻ ഓഫ് ഡെഫമേറ്ററി മാറ്റർ വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ്. ഇതിനകത്ത് ഏതാണ് ലിബലിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏത് ഫോമിലാണ് ലിബൽ സാധാരണ രീതിയിൽ ഉണ്ടാവുക? റൈറ്റിംഗ് ആണോ, സ്റ്റാറ്റ്യൂട്ട് ആണോ, എഫിജി ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ് ആണോ? റൈറ്റിംഗ് മാത്രം ആവണം എന്ന് നിർബന്ധമില്ല. സംതിങ് വിച്ച് ഇസ് ഇൻ പെർമനന്റ് ഫോം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ സ്റ്റാറ്റ്യൂ, ഇറ്റ് ക്യാൻ ഓൾസോ ബി എൻ എഫിജി, ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. റൈറ്റിംഗ് മാത്രമല്ല, സ്റ്റാറ്റ്യൂ ആവാം, എഫിജി ആവാം, എന്തും ആവാൻ വേണ്ടി കഴിയുന്നതാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ സ്റ്റേറ്റ്മെന്റ് ഇസ് prima facie innocent but has a latent or second defamatory meaning, it is known in legal terms as. സാധാരണ പ്രഥമ ദൃഷ്ടി ആ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഫൈൻ, ഈ സ്റ്റേറ്റ്മെന്റ് ഒരു കുഴപ്പമില്ല. ബട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, പിന്നീട് വെൻ ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ഇറ്റ് ബിക്കംസ് ഡെഫമേറ്ററി. ബിക്കോസ് വേറെ ആളുകൾ വേറെ രീതിയിലാണ് അതിനെ ചിന്തിക്കുന്നത്, വേറെ രീതിയിലാണ് അതിനെ കാണുന്നത്. സോ ഇവിടെ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവെൻഡോ. ഓപ്ഷൻ എ, innuendo. So where damages were recovered against the proprietors of a newspaper who in all innocence had announced in the paper that a lady who had in fact been married only a month had given birth to twins. ഇപ്പോൾ ഒരു പേപ്പർ എന്ത് ചെയ്യാണ്, ഒരു പേപ്പറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുകയാണ് ഒരു ലേഡി, ബട്ട് ആ ലേഡി ശരിക്കും കല്യാണം കഴിഞ്ഞ് 1 മാസം ആയിട്ടേ ഉള്ളൂ. ഇത് പണ്ടത്തെ ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. ആ ലേഡി കല്യാണം കഴിഞ്ഞ് 2 മാസം ആയിട്ടുള്ളൂ. അപ്പോഴത്തേലും എന്ത് ചെയ്യും, ഒരു പേപ്പറുകാരൻ എന്ത് ചെയ്തു, ന്യൂസ് കൊടുത്തു. എന്താ ന്യൂസ് കൊടുത്തത്? ഈ ഒരു സ്ത്രീ ബർത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, രണ്ട് കുട്ടികൾക്ക്, ട്വിൻസിന് ബർത്ത് നൽകി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കൊടുത്തു. സാധാരണ പേപ്പർ വായിക്കുമ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ, ഒരു സ്ത്രീ പ്രസവിച്ചു. പക്ഷേ കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ കല്യാണം കഴിച്ച് 1 മാസമായിട്ടുള്ള ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഒരു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് ഡെഫമേറ്ററി ആക്ച്വലി അല്ലേ. കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും ആയിട്ടില്ല, അപ്പോഴത്തേലും എന്ത് ചെയ്തു, പറയുന്ന രണ്ട് ട്വിൻസിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഡെഫമേറ്ററി ഇൻ ദ ഫോം ഓഫ് ഇൻവെൻഡോ. ഓക്കെ, റൈറ്റ്. സോ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് കുറച്ച് പുതിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന വീഡിയോ, ഈ പറയുന്ന ലൈവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനിയും ലൈവുകൾ വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇത് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പം, നിങ്ങൾ കാണുന്ന എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ആളുകളിലോട്ട് എത്തും, കുറച്ചും കൂടി ആളുകൾക്ക് ഇത് ഗുണം ചെയ്യും. നിങ്ങൾ ഇതിനെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, കുറേ ആളുകളിലോട്ട് ഇത് എന്ത് ചെയ്യുക, എത്തിക്കുക. അപ്പം കൂടുതൽ ആളുകൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. സോ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് താല്പര്യമുള്ളതാണ് എന്നുള്ളത്. സോ അതാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. കുറേ പേർക്ക് അറിയുന്നില്ല, അതായത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സോ ദയവ് ഇത് എല്ലാവരെയും സഹായിക്കുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഒരിക്കലും നമ്മൾ സെൽഫിഷായിട്ട് ഞാൻ എന്ന് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. We need to help each other, right? So on that note, ഒന്നും കൂടി പറയുകയാണ്, ലോ എൻട്രൻസ് ഗൈഡ് ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ പർച്ചേസ്, ലിമിറ്റഡ് കോപ്പീസ് മാത്രമേ ഉള്ളൂ. ദെൻ ഒന്നും കൂടി പറയുന്നത്, കോഴ്സ് ഉണ്ട്. ദർ ആർ ഓൺലി 8 to 9 seats ലെഫ്റ്റ്. അതും കഴിഞ്ഞാൽ നമ്മൾ വിൽ ക്ലോസ് ദ രജിസ്ട്രേഷൻ. അപ്പം ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമ്മൾ ഈ വീണ്ടും ഒരു റിറ്റ്സിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ
ഗവൺമെൻറ് ലോ കോളേജിൽ തന്നെ എത്തട്ടെ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയും അതേപോലെ തന്നെ ഉള്ള ആശംസകളോടും കൂടിയും ഈ ഒരു ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.